ഇന്നലെ കടയിൽ നിന്ന് കുറച്ച് കിഴങ്ങ് കൊണ്ടെത്തന്നു. അപ്പോൾ കിഴങ്ങിൻ്റെ പുഴുക്കാണ് ഇന്നത്തെ സ്പെഷ്യൽ. അത് മുറിച്ചിടുന്നതാണ്. മുറിച്ചിട്ട് കഴുകിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ചെറിയ കഷ്ണാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുങ്ങനെ തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് വെക്കണം, എന്നിട്ട് മുറിച്ചിടാം. കിഴങ്ങ് മുറിച്ചിട്ട് കഴുകി ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കണം. കുക്കറിലാണെങ്കിൽ വേഗം വേവും, പക്ഷെ നമ്മൾ ചട്ടിയിൽ വേവിക്കുന്നുണ്ട് കുറച്ച് സമയം വേവണം. ഓൾമോസ്റ്റ് ഇതായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇത് വെള്ളം അരിച്ചിട്ട് പുതിയ വെള്ളം ചേർത്തിട്ട് വേണം മാറ്റിയെടുക്കുക. ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാന്താരി, ചുവന്ന ഉള്ളി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, കാന്താരി എടുത്ത് ഒരു വലിയ ഉള്ളി എടുത്തില്ല, ചെറിയ ഉള്ളി ചുവന്ന ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടി ഇത് മിക്സിയിലൊന്ന് ചതുക്കിയെടുക്കുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇതിലോട്ട് ചേർക്കാൻ വെച്ച് ഒരു സ്പൂൺ ഉപ്പിട്ടെടുത്ത് വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി തിളപ്പിക്കുക. കൂടി അതിൽ ചേർക്കും. മഞ്ഞപ്പൊടി ഞാൻ കുറച്ച് ഇട്ടിട്ടില്ല, ഒരു കളറ് ചെറിയ ചേഞ്ച് വേണം, ഒരുപാട് വേണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലൊരു സ്പൂൺ കടുക് കൊടുക്കും. പൊട്ടി വരുന്നതിന് മുന്നേ കുറച്ച് കായ്മുളക്, ഇത് 2-3 എടുത്താൽ കായ്മുളക് ഒരു തണ്ട് കറിവേപ്പില. ഇതെല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവരും ഉണ്ടാക്കുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. അതുകൊണ്ട് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കും എല്ലാവരും. ഈസി ആയിട്ട് ഉണ്ടാക്കാം. കിഴങ്ങായതുകൊണ്ട് വെള്ളം അരിച്ച് കഴിഞ്ഞാൽ പിന്നെ കിഴങ്ങ് വേഗം വേകുന്ന സാധനം. അപ്പം അങ്ങനെ എല്ലാവരും ഒന്ന് നോക്കി ഉണ്ടാക്കി നോക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിന്. എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എൻ്റെ കിഴങ്ങിൻ്റെ പുഴുക്ക് ചായ ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ രീതിയിലായിരിക്കില്ല ഞാൻ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും തരിക. എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം.